കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3:13 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനെർഗസ് എന്ന് പേര് നൽകിയ സബദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അല്പം നീളമുള്ള ഒരു വായന നമുക്കിന്ന് ആദ്യ വായനയായിട്ട് കിട്ടി. നീളം കൂടിയതുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റ് മിസ്സായോവാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ അറ്റൻഷൻ സ്പാൻ അങ്ങ് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ അതിനകത്തെ ഉള്ളടക്കം നമ്മൾ പൂർണ്ണമായിട്ടും എടുക്കാതെ പോയെന്ന് വരും. ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് നമുക്കെടുക്കാവുന്ന ഒരു വചനഭാഗമാണ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഒരു ക്ലാസിക് ഉദാഹരണം എന്ന് വേണമെങ്കിൽ ഈ ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് സാവൂളിന് സംഭവിച്ച ചില കാര്യങ്ങൾ, ദാവീദ് സാവൂളിനോട് കാണിച്ച പ്രതികരണം, ഇതൊക്കെയാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടത്. സാവൂൾ ഒരു അഭിഷിക്തനായിരുന്നു, സാവൂൾ ഒരു രാജാവായിരുന്നു. പക്ഷെ അവൻ്റെ നിലയും ഉത്തരവാദിത്വമൊക്കെ മറന്ന് പറമ്പിക്കൂടെ ഒരുത്തനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ദാവീദാണെങ്കിൽ പ്രാണരക്ഷാർത്ഥം ഓടിയതാണ്. കാരണം സാവൂളിൻ്റെ മകൻ ജോനാഥൻ വന്ന് പറഞ്ഞു, നിന്നെ കൊല്ലാൻ അപ്പം പ്ലാൻ ഇടുന്നുണ്ട്, അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു, ഞാൻ കൂടെ നിനക്ക് ഇൻഫർമേഷൻ തന്നോളാം, ഞാൻ എൻ്റെ അപ്പനുമായിട്ട് സംസാരിക്കാം, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യത്തിന് മുമ്പോട്ട് പോകരുത്. സാധാരണ അപ്പന്മാരാണ് മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ അപ്പനേക്കാൾ ആത്മീയതയുള്ള മകനെ കാണാൻ പറ്റും. അതായിരുന്നു ജോനാഥൻ. അവൻ്റെ ചങ്കിൽ നന്മയുണ്ടായിരുന്നു. പക്ഷേ സാവൂളിൻ്റെ ചങ്കിൽ കയറിയത് പ്രതികാരദാഹം. അസൂയ അവനെ കൊണ്ട് എത്തിച്ചത് ദാവീദിനെ കൊല്ലണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. നമ്മളൊരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, കുടുംബനാഥ എന്ന നിലയ്ക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലുമൊക്കെ വാശിയോ വൈരാഗ്യമോ സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യം ഒക്കെ നമ്മുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നിറവേറ്റാൻ പറ്റിയെന്ന് വരില്ല. അതെല്ലാം ഇട്ടേച്ചിട്ടും നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് അതൊരുപാട് പ്രശ്നം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സൃഷ്ടിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ചിലരൊക്കെ ഈ ദാവീദ് പറഞ്ഞ കാര്യം, സാവൂൾ ഒരു അഭിഷിക്തനാണ്, അവൻ്റെ മേൽ കൈവച്ചിട്ട് ആർക്ക് കുറ്റവിമുക്തനാകാൻ പറ്റും. ചിലരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് ഇത് അച്ഛന്മാർക്കെതിരെ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും മാത്രമാണെന്ന്. അതല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അഭിഷേകമുള്ളവരാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, അഭിഷിക്തരാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 20-27 വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അച്ഛന്മാരെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നൊരു കാര്യമല്ലത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അഭിഷിക്തനിൽ നിന്നും അഭിഷേകം സ്വീകരിച്ചവരാണ് നാം എല്ലാവരും. ആ അഭിഷേകം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാവൂളിനെ പോലെ നമ്മൾ പെരുമാറിയാൽ നമ്മുടെ അഭിഷേകം നമുക്ക് നഷ്ടമാവും. അതല്ലെങ്കിൽ ഈ നമ്മുടെ സഹോദരങ്ങൾക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലെ അഭിഷേകം നഷ്ടമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 7 മുതൽ വായിച്ച ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സാവൂളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ച ഒരു വ്യക്തിയെ കാണാൻ പറ്റും, സോളമൻ. അവനോട് ദൈവം പറഞ്ഞൊരു കാര്യം,
നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, എന്ത് വേണേലും ചോദിച്ചോ, ഞാൻ തരും. അവനാവശ്യപ്പെട്ടത് എന്താ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചാടിക്കയറി വന്നേന്. സമ്പത്തോ, ധനമോ, പ്രശസ്തിയോ, ശത്രുനിഗ്രഹമോ, ദീർഘായുസോ, ഇതൊന്നും ചോദിച്ചില്ല. ഈ 5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മളാണ് ആ വഴിക്ക് പോയനെ. സോളമൻ ആവശ്യപ്പെട്ടൊരു കാര്യം, എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതേ ഉത്തരവാദിത്വമാണ് സാവൂളിനുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം മറന്നിട്ടാണ് അവൻ്റെ പ്രതികാര ദാഹം തീർക്കാൻ വേണ്ടി അവൻ ഓടിയത്. എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, ഇത് നിറവേറ്റാൻ എനിക്ക് ജ്ഞാനവും വിവേകവും വേണം. അത് ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, പേരൻസ് എന്ന നിലയ്ക്ക്, മാതാപിതാക്കൾ എന്ന നിലയ്ക്കൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാനുള്ള അഭിഷേകം ആഗ്രഹിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതെല്ലാം വിട്ടിട്ട് സൗന്ദര്യവർദ്ധന, ആരോഗ്യം പരിപാലിക്കുക, സമ്പത്ത് ശേഖരിക്കുക, പേരും പ്രശസ്തി ഉണ്ടാവുക, എന്തിൻ്റെ എല്ലാം പുറകെ നമുക്ക് പോകാൻ പറ്റും. അതിനേക്കാളൊക്കെ ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ജ്ഞാനവും വിവേകവും. എന്നിട്ട് അത് വെച്ച് നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. ഇതിന് നമ്മുടെ ഹൃദയത്തിൽ നന്മയുണ്ടാകണം. ഒരു മരത്തെ നമ്മൾ അറിയുന്ന അതിൻ്റെ ഫലത്തിൽ നിന്ന്. നമ്മൾ കേട്ടല്ലോ, ദുഷ്ടത വരുന്നത് ദുഷ്ടനിൽ നിന്ന്, നന്മ വരുന്നത് ഹൃദയത്തിൽ നന്മയുള്ളവരിൽ നിന്നാണ്. ആ നന്മ ചെയ്ത് മുമ്പോട്ട് പോകുന്നവരാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. 1 സാമുവേൽ 24 26 2 അധ്യായങ്ങളിലാണ് നമ്മൾ കാണുക, ദാവീദിനെ കൊല്ലാൻ അവസരം നോക്കി നടന്ന സാവൂളിനെ കൊല്ലാൻ സുവർണ അവസരം ദാവീദിന് വന്നിട്ട് അവൻ ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. നമ്മൾ കണ്ടോ, ദാവീദ് ഒളിച്ചിരുന്ന അതേ ഗുഹയിൽ സാവൂള് മലവിസർജനം നടത്താനായിട്ട് കയറിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഡിഫെൻസ്ലെസ്സാണ്. ഒരാൾക്ക് അവരെ കൊല്ലാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഇതാ വചനമൊക്കെ കോട്ട് ചെയ്താ പറഞ്ഞ്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് ദൈവം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നിനക്കറിയാമല്ലോ ബൈബിളിൽ. അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവൻ നിന്റെ കയ്യിലുണ്ട്, ഒറ്റക്കുത്തിന് അവനെ കൊല്ലാവുന്നതേ ഉള്ളൂ. ബൈബിള് വചനമൊക്കെ കേട്ടിട്ടും ഇവരുടെ ഉപദേശമൊക്കെ കേട്ടിട്ടും സത്യം വിട്ട് പ്രവർത്തിക്കാനായിട്ട്, നീതി വിട്ട് പ്രവർത്തിക്കാൻ ദാവീദ് തയ്യാറായില്ല. അവന് തൊട്ടുപോകരുതെന്നാണ് പറഞ്ഞ്. ഇനി ഒരു തെളിവിന് വേണ്ടി അവൻ്റെ അങ്കിയുടെ ഒരറ്റം മുറിച്ചെടുത്തതല്ലാതെ അവൻ്റെ ശരീരത്തൊരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ഇതാണ് ശരിക്കും പറഞ്ഞ ആത്മീയത. നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുക. അത് റോമാലേഖനം 12:21 വായിച്ചാൽ, തിന്മ കൊണ്ടൊരിക്കലും നമുക്ക് തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തണം. ഇങ്ങനെയൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, അതിനെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നോട് കൂടെ ആയിരിക്കുക, പ്രാർത്ഥിക്കുന്നവരായി മാറുക. അങ്ങനെയുള്ളവർക്കാണ് ഇഫക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുക. അവർ ചെയ്യുന്ന മിനിസ്ട്രി അത് ഫലപ്രദമായിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.